ഒരിക്കൽ കൂടി എല്ലാവരെയും ബൈബിൾ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കിനിയും ബൈബിൾ ക്ലാസ്സിനുള്ള സമയമാണ്. ഞാൻ ഇനി പാസ്റ്റർ ആൻസണിനെ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഒരുമിച്ചായിരിക്കുവാൻ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. എട്ടാം അധ്യായത്തിലെ ഒരു ആധാരവാക്യമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് ഒത്തിരി എല്ലാം പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് കേട്ടോ. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ പ്രത്യാശയെ ഉറപ്പിക്കുന്ന ഏറ്റവും ആധികാരികമായ ഒരു വാക്യമാണ് 11-ാം വാക്യം, 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയിർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഞാൻ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ കാര്യം പറയട്ടെ. ചില ദേവദാസന്മാരിൽ നിങ്ങൾ കേട്ട് കാണും, നിങ്ങൾ പാപം ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ടുപോകുന്നു. പഴയ നിയമത്തിലായിരുന്നു പരിശുദ്ധാത്മാവ് വന്നു പോകുന്ന ഒരു അവസ്ഥയുള്ളത്. ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം തിരഞ്ഞെടുക്കുന്ന ചില ദേവദാസന്മാരുടെ മുകളിലേക്കും ഉള്ളിലേക്കും പരിശുദ്ധാത്മാവ് വരുമായിരുന്നു. ആ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ തികച്ച ശേഷം പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ വിട്ട് മാറുമായിരുന്നു. ഇതായിരുന്നു പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നത്. പുതിയ നിയമത്തിൽ എന്നത്തേക്കുമായി നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ നൽകപ്പെട്ടിരിക്കുന്ന കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ആര് എന്തു പറഞ്ഞാലും പ്രിയ ദൈവമക്കൾ അതിലേക്ക് വീഴരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ടു മാറുകയില്ല. നിങ്ങളുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവേശുവിലായതിനാൽ ഒടുക്കത്തെ നാളിൽ യേശു ക്രിസ്തു എന്ന പൂർണ്ണ മനുഷ്യനെ, യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്, പൂർണ്ണ ദൈവമാണ്. യേശു ക്രിസ്തു മരിച്ചത് മനുഷ്യനായിട്ടാണ് മരിച്ചത്. അപ്പോൾ ആ യേശു ക്രിസ്തുവിന്റെ മർത്യ ശരീരത്തെ, മരണമുള്ള ശരീരമായി യേശു ക്രിസ്തു പ്രാപിച്ചത് മനുഷ്യനായിട്ട് ലോകത്തിന്റെ സകല പാപങ്ങളും തന്റെ ശരീരത്തിന് മേൽ ഏറ്റെടുത്ത് മരണം വരിച്ചു. പാപത്തിന്റെ ശിക്ഷയായ മരണം തന്നിൽ ഏറ്റെടുത്തു. ആ ശരീരത്തെ ഉയിർപ്പിച്ചവന്റെ ആത്മാവ്, അർത്ഥാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഈ മർത്യ ശരീരത്തിനുള്ളിൽ വസിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനെ എപ്രകാരം ഉയിർപ്പിച്ചുവോ, 3-ാം നാൾ ഉയിർപ്പിച്ചുവോ, അതുപോലെ നിങ്ങളുടെ ഈ മർത്യ ശരീരം മരിക്കുമെങ്കിലും നിങ്ങളുടെ ശരീരത്തെ അവൻ ഉയിർപ്പിക്കും. ഇതാണ് ഈ 11-ാം വാക്യം വളരെ വ്യക്തമായിട്ട്. അതിന് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ആ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ മുൻപോട്ട് പോകാം, തുടക്കം മുതൽ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് എന്ന പ്രയോഗം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആ ഒരു വാക്ക് ഈ അധ്യായത്തെ മുഴുവൻ മുകളിലുള്ള അധ്യായങ്ങളുമായിട്ട് ബന്ധിക്കുന്നു. ഇതുവരെയും പറഞ്ഞു വന്ന കാര്യങ്ങളെ ഉറപ്പിക്കുകയാണ് ഈ അധ്യായം അതുകൊണ്ടെന്ന പദ്ധതിയിൽ. അപ്പോൾ നമ്മൾ 7-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞു. 7-ാം അധ്യായത്തിൽ എന്തായിരുന്നു? 7-ാം അധ്യായം വളരെ നമ്മൾക്ക് ചിന്താകുഴപ്പം ഉണ്ടാക്കുന്ന, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എസ്റ്റർ ഹറ്റോബ് എന്ന ഒരു പ്രയോഗം, പഴയ നിയമത്തിലുള്ള ഒരു പ്രയോഗം. ആരെങ്കിലും കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ എൻ്റെ ലിങ്ക് അയച്ചു തരാം കേട്ടോ. അത് കേട്ടിരിക്കുന്നത് നല്ലതാണ്, കുറച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. 7-ാം അധ്യായം ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും പാപികളാണ് എന്നുള്ള ഒരു ചിന്ത രക്ഷിക്കപ്പെട്ടവന്റെ ഉള്ളിൽ വരും. ശരിയല്ലേ? കാരണം പൗലോസ് അപ്പോസ്തലൻ പറയും, ഈ മർത്യ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും? ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപജട സംബന്ധമായ ഈ ശരീരത്തിൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനോട് കൂടെ ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു ദേവദാസനാണ് ഈ കരയുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു സംശയം ഉണ്ടാകും, നമ്മളിപ്പോഴും പാപികളല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അത്രയും പറഞ്ഞു വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പെട്ടെന്ന് ചെയ്യണം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്തുകൊണ്ട്? നമ്മൾ മുകളിലേക്ക് 6-ാം അധ്യായത്തിലേക്കും 7-ാം അധ്യായത്തിലേക്കും വരുമ്പോൾ 6-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട് നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് പ്രസ്താവിച്ചത് കൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പാപജഡം മരിച്ചിരിക്കുന്നു. ആ മരിച്ച പാപജഡത്തെ സ്നാനമെന്ന ശുശ്രൂഷയിൽ നിങ്ങൾ കുഴിച്ചിട്ടു. എന്നിട്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ ജീവിക്കുന്നത്
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനോട് കൂടെയാണ്. അപ്പോൾ നിങ്ങളിൽ ഇപ്പോൾ ജീവിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന് ശിക്ഷാവിധി ഉണ്ടോ? ഇല്ല. കാരണം യേശു ക്രിസ്തു വിധിക്കുന്നവന്റെ മേൽ ശിക്ഷാവിധി ഇല്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വസിക്കുന്നത് ന്യായവിധി നടത്തുന്നവന്റെ ഉള്ളിലാ. അതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്. ഇത് 6-ാം അധ്യായമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. 6-ഉം 7-ഉം അധ്യായം കണക്ട് ചെയ്തിട്ട് അതുകൊണ്ട് എന്നുള്ള പദം എടുത്തിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകും ആരാണ് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവരാ. നിങ്ങളുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ട് ക്രിസ്തുവേശുവിൽ ഇപ്പോൾ വസിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എഫേസ് ലേഖനത്തിൽ 2-ാം അധ്യായം പറയാം, നിങ്ങളെ സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നു. ഏതാണ് ആ സ്വർഗസ്ഥലം? നമ്മൾ ഭൂമിയിലാണ് വസിക്കുന്നത് അല്ലേ? ഇവിടെ സ്വർഗമൊന്നുമില്ല, നമുക്കറിയാം, ഭൂമി സ്വർഗമല്ല. അപ്പോൾ എഫേസ് ലേഖനത്തിൽ എഫേസ്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സ്വർഗത്തിലാണെന്ന്. അതിന്റെ അർത്ഥം എന്താ? ഇതാണ് അർത്ഥം. നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ക്രിസ്തുവേശുവില. ക്രിസ്തുവേശു എവിടെയാ? മഹിമയുടെ വലതുഭാഗത്ത് സ്വർഗത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന ദൈവമാണ് ക്രിസ്തുവേശു. അപ്പോൾ നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? ക്രിസ്തുവേശുവില. ക്രിസ്തുവേശു എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിലിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിലിരിക്കുന്നു. ഇത് ആത്മീയമായ ഭാഷയാണ്. ഭൗതികമായി നമ്മുടെ ഈ ജഡശരീരം ഈ ഭൂമിയിലായിരിക്കുമ്പോഴും നമ്മുടെ ആത്മാവ്, നാം ആത്മീയമായിട്ട് ഇപ്പോൾ സ്വർഗത്തിലാണ്, ക്രിസ്തുവേശുവിനോട് കൂടെയാണ് വസിക്കുന്നത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പോൾ നിങ്ങളുടെ മേലുള്ള ശിക്ഷാവിധി നിങ്ങൾ രക്ഷിക്കപ്പെട്ട നിമിഷം മാറിപ്പോയി. അത് യേശു ക്രിസ്തു തന്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. അതാണ് വളരെ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കുന്നത്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രമാണങ്ങളെ കുറിച്ച് നമ്മൾ 7-ാം അധ്യായത്തിൽ പഠിച്ചത് പ്രമാണങ്ങളെ കുറിച്ച്, അതിനാൽ ന്യായപ്രമാണത്തെ കുറിച്ച് പഠിച്ചു. 7-ാം അധ്യായം പഠിക്കുന്നതിന് മുമ്പ് ന്യായപ്രമാണം എന്താണെന്നും ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ആ ഒരു പ്രമാണം അവിടെ നിൽക്കുമ്പോൾ ഇവിടെ വേറൊരു പ്രമാണത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 24 ഒന്ന് തുറന്നേ. ജോൺ ചാപ്റ്റർ 5:24. ഓക്കെ, ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ മനസ്സിലായോ ഏതാണ് ജീവന്റെ പ്രമാണമെന്ന്? ജീവന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട്, യേശു ക്രിസ്തു അരുളി ചെയ്യുന്ന വചനങ്ങൾ കേട്ട് എന്നെ അയച്ചവനെ, യേശു ക്രിസ്തുവിനെ അയച്ചവനെ, പിതാവായ ദൈവത്തെ, ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവന്, യേശു ക്രിസ്തുവിനേറ്റ് പറഞ്ഞു യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശു ക്രിസ്തു കൽപ്പിച്ചതുപോലെയൊക്കെ പ്രമാണിക്കുന്നവൻ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? പിതാവിനെ അനുസരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ദൈവത്തെ അനുസരിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ നിത്യജീവങ്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനിയും മരണത്തിന് അവനെ തകർക്കുവാനോ പിടിച്ചു വയ്ക്കുവാനോ നരകത്തിൽ തള്ളുവാനോ കഴിയില്ല. ഇതാണ് ജീവന്റെ പ്രമാണം എന്ന് പറയുന്നത്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നതായ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഇത് ക്രിസ്തുയേശുവിലുള്ള പ്രമാണമാണ്. ക്രിസ്തുയേശുവിന്റെ പ്രമാണമാണ്. ക്രിസ്തുയേശുവാണ്. അപ്പൊ അതുകൊണ്ടാണ് മൂലിൽ പറയുന്നത് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രമാണം, ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തില്ല. നമ്മള് കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു, ഈ ഒരു ഭർത്താവ് മരിച്ച ഭാര്യയെ കുറിച്ച് പഠിച്ചു, ഓർക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെയാണ് ന്യായപ്രമാണത്തിന് അടിമപ്പെട്ടിരിക്കുന്നവർ, മോശയുടെ ന്യായപ്രമാണത്തിന് അടിമപ്പെട്ടിരിക്കുന്നവർ, അവർ അത് മുഴുവൻ അനുവർത്തിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ മനുഷ്യനെ കൊണ്ട് അത് അസാധ്യമാണ്. ന്യായപ്രമാണത്തിന്റെ കുഴപ്പമല്ല, ന്യായപ്രമാണത്തിന്റെ തെറ്റല്ല. മനുഷ്യന്റെ ജഡം ബലഹീനമായതുകൊണ്ട് അവന് ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് തന്നിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ ന്യായപ്രമാണത്തിൽ നിൽക്കുന്നതായ പാപത്തിനുള്ള മരണശിക്ഷ, ആ ശിക്ഷയ്ക്ക് ഇവൻ അടിമപ്പെട്ടു പോകും. നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? എന്ന് വെച്ചാൽ ക്രിസ്തുയേശുവിൽ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി ജീവിക്കുന്നത് ന്യായപ്രമാണത്തിന് കീഴിലാണ്. ആ ന്യായപ്രമാണത്തിന് കീഴിൽ അവൻ ജീവിക്കുമ്പോൾ അതിന്റെ അടിമത്വത്തിലാണ് ജീവിക്കുന്നത്, ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ. അപ്പോൾ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്ത് ഞാൻ രക്ഷപ്പെടുമെന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് മുൻപോട്ട് പോകുന്നത്. പ്രവൃത്തി കൊണ്ട് ഞാൻ രക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ
പോകുമെങ്കിലും തന്റെ ജഡത്തിന്റെ ബലഹീനത എന്ന് വെച്ചാൽ ഒരു യാഗം അർപ്പിച്ചിട്ട് പള്ളിയിൽ നിന്ന് പുറത്തു വന്നാൽ അടുത്ത പാപം ചെയ്യുക. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുന്നതിൽ നാണമുണ്ട്. പക്ഷെ ഞായറാഴ്ച കുമ്പസാരിച്ച് കുർബാന കൊണ്ടിട്ട് നേരെ വൈകുന്നേരം പോകുന്ന ബാറിലേക്കാ. ഇത് നമ്മുടെ പ്രാവർത്തിക ജീവിതത്തിൽ പറയുന്ന, ഞാൻ ചെയ്ത കാര്യം പറയുന്നത് കേട്ടോ, എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം പറയുന്നത്. എന്ന് വെച്ചാൽ കുമ്പസാരിച്ച് കുർബാന കൊണ്ടത് ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിൽ താൽക്കാലികമായി എന്റെ പാപത്തിന് കഴിഞ്ഞ ഒരു ആഴ്ച ചെയ്ത പാപം കൂടെ ഞാൻ ആ പുരോഹിതന്റെ മുൻപിൽ ഇറക്കി വെച്ചു. എന്നിട്ട് കുർബാന കൊണ്ടു. അപ്പോൾ പള്ളിയിൽ നിന്ന് പടിഞ്ഞാറേ വാതിലിൽ നിന്ന് ചവിട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന അനുസരിച്ച് വിശുദ്ധനാ, ഒരു പാപവുമില്ല എന്നുള്ള ചിന്ത കേട്ടോ. വിശുദ്ധനല്ല, പക്ഷേ നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഇവൻ എങ്ങോട്ടാണ് നടന്നു പോകുന്നത്? പോകുന്ന വഴിക്ക് ഒരു ബാറിൽ കയറി മദ്യപിച്ചിട്ട് ഭക്ഷണം കഴിച്ച് പിന്നെ വഴക്കും വക്കാണവും. എന്തിനു വേണ്ടിയാ? അടുത്ത ഞായറാഴ്ചയും കുമ്പസാരിച്ച് കുർബാന കൊള്ളണം. അപ്പോൾ അതാണ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി നീ പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായി, ഉദാഹരണം പറഞ്ഞ ഇത് തന്നെയാണ് യഹൂദൻ ചെയ്തത്, ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഹൂദൻ എന്ത് ചെയ്യും? ഒരു വർഷക്കാലം മുഴുവൻ പാപം ചെയ്യും, എന്തെല്ലാം പാപം ചെയ്യാമോ അത് മുഴുവൻ പാപം ചെയ്യും. എന്നിട്ട് ഒരു വർഷം കഴിയുമ്പോൾ യോം കിപ്പർ ഡേ ഉണ്ട്, മഹാപാപ പരിഹാര ദിവസി. ആ ദിവസി എവിടുന്നെങ്കിലും ഒരു നല്ല കൊഴുത്ത് പണത്തിന്റെ ആധിക്യമുള്ളവർ, അതുപോലെ നല്ല പണമുള്ളവർ എന്ത് ചെയ്യും? നല്ല തടിപ്പിച്ച് കൊഴുത്ത മൂരിക്കുട്ടനെ വാങ്ങിച്ചുകൊണ്ട് ഈ പുരോഹിതന് കൈ കൊടുക്കും. പുരോഹിതൻ പറയും അവന്റെ തലയോട് കൈവെക്കാൻ. അപ്പോൾ ഈ മൂരിക്കുട്ടന്റെ തലയില് കൈവെക്കുമ്പോൾ ഈ യഹൂദൻ ഒരു വർഷം ചെയ്ത പാപം മുഴുവൻ ആ പാപം മൃഗത്തിന്റെ മേലാവും. അതിനെ അറുത്ത് യാഗം അർപ്പിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്നു. ഈ യഹൂദൻ പാപം മോചിക്കപ്പെട്ടവനായിട്ട്, മരണത്തിൽ നിന്ന് താൽക്കാലിക രക്ഷ ലഭിച്ചവനായിട്ട് വീട്ടിൽ പോകുന്നു, അടുത്ത കൊല്ലവും പാപം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഈ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ 3-ാം വാക്യമാണ് നമ്മൾ മുകളിൽ വായിച്ചല്ലോ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കും. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ച് ക്രിസ്തുയേശുവിൽ നമ്മൾ ആയത് കാരണം ഇപ്പോൾ നമ്മൾ ന്യായപ്രമാണത്തിനല്ല അധീനർ, നമ്മൾ ക്രിസ്തുയേശുവിനാണ് അധീനർ. യേശു ക്രിസ്തുവിന്റെ ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണത്തിനാണ് നമ്മളിപ്പോൾ അധീനർ ആയിരിക്കുന്നത്. നമ്മൾ അനുസരിക്കുന്നത് ആ പ്രമാണമാണ്. മനസ്സിലായി? അപ്പോൾ നമ്മൾ മോശയിക ന്യായപ്രമാണത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന്റെ കുറവ് കൊണ്ടല്ല, ജഡത്തിന്റെ കുറവ് കൊണ്ട്, എന്റെ ശരീരത്തിന്റെ, എന്റെ പേഴ്സണാലിറ്റിയുടെ കുറവ് കൊണ്ട് ന്യായപ്രമാണത്തിന് എന്നെ നീതീകരിക്കുവാൻ സാധിച്ചില്ല. അപ്പോൾ അത് സാധിക്കുവാനായി ദൈവം തന്റെ പുത്രനെ പാപ ജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. യേശു ക്രിസ്തു മനുഷ്യ രൂപം എടുത്ത്, ഒരു ദാസന്റെ രൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ സ്വീകരിച്ചത് മനുഷ്യന്റെ വീഴ്ച പറ്റിയ ശരീരമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ആ ജഡത്തിലാണ് യേശു ക്രിസ്തു വന്നത് എങ്കിലും അതൊരു സാദൃശ്യം മാത്രമായിരുന്നു. യേശു ക്രിസ്തു വന്ന പാപിയായിട്ടല്ല, പാപം ചെയ്യുന്നവനായിട്ടുമല്ല, പാപം തീണ്ടാത്ത, പാപത്തിന് സ്പർശിക്കുവാൻ പോലും കഴിയാത്ത ഒരു വ്യക്തിയായിട്ടാണ്, ഒരു മനുഷ്യനായിട്ടാണ്, ഒരു പൂർണ്ണ മനുഷ്യനായിട്ടാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതായ യാതൊരു ബലികർമ്മവും പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ തന്നെ കർത്താവ് ആ ഭാഗം പൂർത്തീകരിക്കുക. കാരണം കർത്താവിനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ന്യായപ്രമാണം കർത്താവിന്റെ മുമ്പിൽ പ്രയോജനരഹിതമാണ്. കാരണം കർത്താവിൽ പാപമില്ല, യേശുവിൽ പാപമില്ലാത്തത് കൊണ്ട് ഇവിടെ ന്യായപ്രമാണം യേശുവിന്റെ മുമ്പിൽ, യേശു എന്ന പൂർണ്ണ മനുഷ്യന്റെ മുമ്പിൽ എന്തായി? പ്രയോജനരഹിതമായി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നിസ്സഹായമായി. മനസ്സിലായി? അങ്ങനെയാണ് ന്യായപ്രമാണത്തിന്റെ കർത്താവ് പൂർത്തി വരുത്തുന്നത്. ന്യായപ്രമാണത്തിന്റെ യാതൊരു വിധത്തിലും മനുഷ്യനായി വന്ന യേശു ക്രിസ്തുവിന്റെ മേലധികാരമില്ല. കാരണം യേശു ക്രിസ്തുവാണ് ഇതിന്റെ നാഥൻ, ഈ പ്രമാണത്തിന്റെ നാഥൻ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് മനുഷ്യന്റെ മേൽ കഴിയാത്തതിനെ കേട്ടോ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ, ഏത് ജഡത്തിൽ? യേശു ക്രിസ്തു സ്വീകരിച്ച ആ മനുഷ്യ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അങ്ങനെ പാപത്തിനുള്ള ശിക്ഷ എന്നത്തേക്കുമായിട്ട് വിധിച്ച് നടപ്പിലാക്കി. നിങ്ങൾക്കറിയാമോ, ഒരു തെറ്റിന്, ഒരു തെറ്റുകാരനെ ഒന്നിൽ കൂടുതൽ ശിക്ഷ കൊടുക്കുവാൻ പാടില്ല. ഇത് ഒരു കോടതി ഭാഷയാകട്ടെ ഞാൻ പറയുന്നത്. നമ്മുടെ പ്രമാണം, ഉദാഹരണത്തിന് ഇന്ത്യൻ പീനൽ കോഡ്, ഇപ്പോൾ അതിന്റെ പേര് മാറ്റിയല്ലോ, ഇപ്പോൾ നീതി സംഹിത, ഭാരതീയ നീതി സംഹിത. ഉദാഹരണത്തിന് ഞാൻ ഒരാളെ അടിച്ചാൽ,
ഞാൻ പിടിക്കപ്പെട്ടാൽ, എന്റെ മേൽ കുറ്റം ചുമത്തപ്പെട്ടാൽ ശിക്ഷ വിധിക്കും. ന്യായവിധി കഴിഞ്ഞ് കോടതിയിൽ എന്നെ വിസ്താരം ചെയ്തൊരു ശിക്ഷ വിധിക്കും. ആ ശിക്ഷ ഞാൻ ഒരു വ്യക്തിയെ അടിച്ചതിനാ, അകാരണമായി ഒരു വ്യക്തിയെ അടിച്ചു, മനസ്സിലായി, അതിന് കൂടെ ചില ശിക്ഷകൾ കിട്ടും. അതെന്തിനാണ്? ഞാൻ അവനെ പ്രകോപിപ്പിച്ചു, അതും ഒരു കുറ്റമാണ്. ഞാൻ അവനെ ഭയപ്പെടുത്തി, അതൊരു കുറ്റമാണ്. അടിച്ചു, ഒരു കുറ്റമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ശിക്ഷ കിട്ടുന്നത് അടിച്ചു എന്ന കുറ്റത്തിനാണ്. ആ ജഡ്ജി 3-4 പ്രാവശ്യം എന്നെ ശിക്ഷിക്കുകയില്ല. ഉദാഹരണത്തിന് 3 മാസം ജയിൽവാസം, എന്നെ 3 മാസം ജയിൽവാസത്തിലേക്ക് വിട്ട് ഞാൻ ജയിൽവാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നിമിഷം എന്നിൽ ആ കുറ്റമില്ല. പിന്നെ ആർക്കും ആ കേസ് എന്റെ മേൽ വീണ്ടും ചുമത്തിയിട്ട് എന്നെ വീണ്ടും ജയിലിലടക്കാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ തെറ്റും ശിക്ഷയും, നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് ലോകത്തിൽ ഉള്ള പാപം എന്ന് പറയുന്നത് ആദ്യ മാതാപിതാക്കൾ ചെയ്ത അനുസരണക്കേടാണ്. അപ്പോൾ പാപം ഒരൊറ്റ പാപമാണ്. ആ അനുസരണക്കേടെന്ന പാപത്തിനാണ് മരണമെന്ന ശിക്ഷ വിധിച്ചത്. ഇത് നീ തിന്നുന്ന നാളിൽ മരിക്കും, മനസ്സിലായോ? അപ്പോൾ അനുസരണക്കേടെന്ന ഏക പാപത്തിന് ഏക ശിക്ഷ വിധിച്ചു, മരണം. അപ്പോൾ ഈ മരണമെന്ന ശിക്ഷ യഥാർത്ഥമായി പാപം ചെയ്യാത്ത ഒരുത്തൻ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ന്യായപ്രമാണ പ്രകാരം പാപം, അനുസരണക്കേട് എന്ന പാപത്തിനുള്ള ശിക്ഷ തീർന്നു. പിന്നെ ആ ശിക്ഷയില്ല. പിന്നെ ഇവനിൽ വിശ്വസിക്കുന്ന, ഇവന്റെ ശരീരത്തിലായിരിക്കുന്ന, ഇവനോട് കൂടെ ആയിരിക്കുന്ന ഒരുവർക്കും ആ ശിക്ഷയില്ല. ഇതാണ് 1-ാം വാക്യം പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താഴോട്ട് വായിക്കാനുള്ളതേ ഉള്ളൂ. ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടത്. എന്താണ് ന്യായപ്രമാണത്തിന്റെ നീതി? ഞാൻ പലപ്പോഴും പറഞ്ഞു, ന്യായപ്രമാണത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ പാപിയായ മനുഷ്യനെ പാപമില്ലാത്ത ദൈവത്തോട് അടുക്കുക, ചേർപ്പിക്കുക. കാരണം ഏദൻ തോട്ടത്തില് മനുഷ്യനെ പാപമില്ലാത്തവനായി സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം സൃഷ്ടിച്ചു, അവനോട് കൂടെ വസിച്ചു. മനുഷ്യരോട് കൂടെ വസിക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് ആ നിമിഷം മുതൽ ദൈവത്തിന് മനുഷ്യന്റെ അടുത്തേക്ക് വരുവാൻ സാധിക്കുന്നില്ല. കാരണം മനുഷ്യൻ പാപത്തിൽ നിൽക്കുക. അപ്പോൾ ന്യായപ്രമാണം കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ഇവന്റെ പാപം മോചിക്കപ്പെട്ടിട്ട് എനിക്ക് ഇവന്റെ അടുത്തുനിന്ന് വരണം. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ യഥാർത്ഥ നീതി എന്ന് പറയുന്നത് ദൈവം മനുഷ്യനോട് വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നത് ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മിൽ പാപം ലേശവുമില്ലാതെ വരുമ്പോൾ പിതൃപുത്ര പരിശുദ്ധാത്മാവും സത്യേക ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുവാൻ സാധിക്കും സമാധാനത്തോടെ. അല്ലെങ്കിൽ ഞരങ്ങിക്കൊണ്ടേ താമസിക്കുവാൻ. നാം പാപം ചെയ്യുകയാണെങ്കിൽ കർത്താവ്, ഞാനത് പറഞ്ഞത്, രക്ഷിക്കപ്പെട്ട ഒരാൾ പാപം ചെയ്യാതെല്ലാം സംഭവിക്കുമെന്ന്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ നീതി അവനിൽ നടന്നു കഴിഞ്ഞു. ദൈവം ഇപ്പോൾ അവനോട് വസിക്കുക. പക്ഷെ അവൻ പാപം ചെയ്യാൻ തുടങ്ങിയാലോ ദൈവം വിട്ടുപോകുകയില്ല, പരിശുദ്ധാത്മ നമ്മളെ വിട്ടുപോകുകയില്ല. പക്ഷേ പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിൽ ദുഃഖിച്ച് ഞരങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പുതിയ നിയമത്തിൽ പലയിടത്തും പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നാം ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോഴും പാപപ്രവൃത്തിയിൽ ഇടപെടുമ്പോഴും ജഡത്തിന് അവസരം കൊടുക്കുമ്പോഴും നാം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. ഇത് വളരെ വ്യക്തമായിട്ട് പ്രിയമുള്ളവർ മനസ്സിലാക്കണം. സ്തോത്രം. ഇനിയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ടുപോകുകയില്ല എന്ന്, ഇല്ലേ? അത് ഞാൻ മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങളുമായിട്ട് ഒന്ന് എതിർക്കും. ഞാൻ ആ പറഞ്ഞ കാര്യം, ഒരു കാര്യം പ്രത്യേകം ഓർത്തണം. ഗലാത്യ ലേഖനത്തില് ഞാൻ എപ്പോഴും പറയുന്നതാണ്, വളരെ വ്യക്തമായി 5-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, കൃപയിൽ നിന്ന് വീണുപോയി. ഇത് പദം വളരെ ഞാൻ എപ്പോഴും എടുത്ത് പറയുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ ദുരുപദേശത്തിൽ കുടുങ്ങിയിട്ട് തന്നെ വീണ്ടെടുത്ത നിഷ്കളങ്ക രക്തത്തെ ചവിട്ടിക്കളയുന്ന ഒരുത്തിനെ ദൈവം ഉപേക്ഷിക്കും. പിന്നെ അവനോടുകൂടെ പരിശുദ്ധാത്മാവില്ല, അവനോടുകൂടെ യേശുവില്ല. അവൻ പിന്നെ നരകത്തിലേക്ക്, അവന് മാനസാന്തരപ്പെടാൻ പോലും പറ്റില്ല. പിന്നെ പറഞ്ഞ മനസ്സിലായി. അങ്ങനെ ഒരു പ്രമാണം കൂടെ പുതിയ നിയമത്തിൽ ഉണ്ട് എന്ന് പ്രിയമുള്ളവർ മനസ്സിലാക്കണം. അത് അങ്ങേ അറ്റത്തെ ഒരു കാര്യമാണ്. അത് എക്സ്ട്രീമാണ്. അത് സംഭവിക്കാതെ ഇരിക്കട്ടെ. ആദിമസഭയിൽ സംഭവിച്ചു, ഗലാത്യ സഭയിൽ സംഭവിച്ചു. പലരും യേശുക്രിസ്തുവിനെ വിട്ടുപോയി, പലരും കൃപയിൽ നിന്ന് വീണുപോയി. അങ്ങനെയുള്ളവരെ തിരികെ കൊണ്ടുവരും. അത് എബ്രായ ലേഖനത്തിൽ പറയുന്നത് അവനെ മാനസാന്തരപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അവന് വേണ്ടി ഇനി വെച്ചിരിക്കുന്നത് തീയുടെ ന്യായവിധി മാത്രമാണ്. മനസ്സിലായോ? ആ വാക്യങ്ങളോ ഒന്നും നമ്മൾ വിട്ടുകളയരുത് കേട്ടോ. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, നമ്മെ സംബന്ധിച്ച്, ദുരുപദേശത്തിൽ കുടുങ്ങാത്ത നമ്മെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ ഒരിക്കലും വിട്ടുപോവുകയില്ല. നാം
അഥവാ കർത്താവിന്റെ വരവിന് മുൻപ് മരിച്ചുവെങ്കിൽ, കർത്താവിന്റെ വരവിൽ നാം ജീവനോടിരിക്കാൻ നമ്മൾ രൂപാന്തരപ്പെടും. നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാ കണ്ണിമിക്കുന്ന നൊടി നേരത്തിൽ നമ്മെ രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ശരീരം, ഈ ജഡശരീരത്തെ രൂപാന്തരപ്പെടുത്തി സ്വർഗീയ ശരീരമാക്കി മാറ്റും. മരിച്ചു കഴിഞ്ഞാലോ, നാം മരിച്ചതിന് ശേഷമാണ് കർത്താവിന്റെ വരവെങ്കിലോ, നമ്മിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ്, നമ്മുടെ മർത്യ ശരീരത്തിൽ ജഡത്തിൽ വസിച്ചിരുന്ന പരിശുദ്ധാത്മാവ് മരണസമയത്ത് നമ്മുടെ പ്രാണനോടുകൂടെ വിട്ടുപോകും, നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. നമ്മുടെ ശരീരം ദ്രവിക്കും, ഈ മണ്ണോട് ചേരും. പക്ഷേ യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയിൽ കാഹളം മുഴങ്ങുമ്പോൾ പരിശുദ്ധാത്മാവും പ്രാണനും കൂടെ വന്ന് നമ്മുടെ മരിച്ച് അടക്കപ്പെട്ട മണ്ണിൽ ലയിച്ചു ചേർന്ന ശരീരത്തെ ഉയർപ്പിക്കും. എന്നിട്ട് ഈ ജഡശരീരത്തെ സ്വർഗീയ ശരീരമാക്കി ഉയർപ്പിച്ചിട്ടാണ് നമ്മൾ ക്രിസ്തുവിനോടുകൂടി എടുക്കപ്പെടുന്നത്. ഇത് പ്രിയമുള്ളവർ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇതാണ് വിശുദ്ധ വേദപുസ്തക ഉപദേശം. വിശുദ്ധ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. തെസ്സലോനിക്ക ലേഖനം പഠിക്കുമ്പോൾ, കോരിന്ത് ലേഖനം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചിരിക്കുന്നത് ഇതാണ്: മണ്ണിൽ നിന്ന്. അതുകൊണ്ടാ മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ. ഓർത്തു നോക്കിയേ, മണ്ണിൽ ഉറങ്ങുന്ന ശുദ്ധന്മാർ കാഹളനാദം കേൾക്കുമ്പോൾ അവർ പെട്ടെന്ന് ഉയർത്ത് വാനിൽ ചേർന്നിടുമേ. സ്തോത്രം. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. പിന്നെ ജഡത്തിന്റെ ചിന്ത 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ജഡത്തിന്റെ ചിന്ത എപ്പോഴും മരണമാണ്. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷ പലർക്കും അറിയാമെന്ന് എനിക്കറിയില്ല. ആത്മഹത്യ പ്രവണതയുള്ളവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ആരെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും നിമിഷത്തില് എനിക്കിനി മരിച്ചാൽ മതി, ഏലിയാവ് പറഞ്ഞതുപോലെ എനിക്കിനി മരിച്ചാൽ മതി എന്ന ഒരു ചിന്ത നിങ്ങളിൽ വന്നുള്ളത് ജഡത്തിന്റെ ചിന്തയാണ്. ആത്മാവിന്റെ ചിന്തയോട് മാത്രമേ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ കേട്ടോ. ആത്മഹത്യ എന്ന് പറയും, നമ്മൾ വിചാരിക്കും ഒന്നും അങ്ങനെയില്ല. നമുക്ക് എപ്പോൾ നമ്മുടെ ഉള്ളിൽ എനിക്ക് മരിച്ചാൽ മതി, എനിക്കിനി മുന്നോട്ട് പോകണ്ട എന്ന് പറയുന്ന ആത്മഹത്യാ ചിന്തയാണ് കേട്ടോ. ആത്മഹത്യാ ചിന്ത പിശാച് നമ്മുടെ ഉള്ളിൽ ഇട്ട് തരുന്ന, അത് പതിയെ ഇട്ടിട്ട് നമ്മളെ അതിലേക്ക് നയിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ലാഞ്ചനയെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും 24 മണിക്കൂറും എന്നെ കോണ്ടാക്ട് ചെയ്യാം, എന്നെ വിളിക്കാം, എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാം. അതൊരിക്കലും പുറത്തു പോകുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചോ, ഒരിക്കലും പുറത്തു പോകുകയില്ല. ഞാൻ ആരോടും അക്കാര്യം സംസാരിക്കില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ചിന്ത, മരണചിന്ത മാറും. അത് ഇതുവരെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ വിറ്റ്നസ് ചെയ്യുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഇന്ന് കടന്നു വന്നവരൊക്കെ നന്നായി വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുമായിട്ട്, ഇന്നലെ ഒരു കുഞ്ഞിന്റെ ഫോട്ടോ അയച്ചു തന്നു. ഭയങ്കര സന്തോഷം തോന്നി. കാരണം മരിക്കാൻ നടന്ന പാർട്ടിയാ, മനസ്സിലായോ? ആത്മഹത്യ നടന്ന പാർട്ടിയാ. ഇന്നൊരു ഡോക്ടറെ കല്യാണം കഴിച്ച് നല്ല കുഞ്ഞുമൊക്കെ ആയിട്ട് അവർ അബുദാബിയിലൊക്കെ ചെയ്യും. അങ്ങനെ പലരുണ്ട് കേട്ടോ, ധാരാളം പേരുണ്ട്, ഇവർ നാട്ടിലുമുണ്ട്. അപ്പോൾ ഓർത്തു നോക്കുക, അങ്ങനെ ഒരു ചെറിയ ചിന്തയെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ തരുന്നത് പിശാചായിരിക്കും. ഉടനെ ദേവദാസന്മാരെ നിങ്ങൾ ബന്ധപ്പെടുക, നിങ്ങളുടെ മാതാപിതാക്കളായി ബന്ധപ്പെടുക, നമ്മുടെ പത്രോസ് പാസ്റ്ററെ ബന്ധപ്പെടുക, നമ്മുടെ സഭയിലെ മറ്റു ദേവദാസന്മാരുണ്ട് അവരെ ബന്ധപ്പെടുക. പപ്പായോട് പറയുക, പപ്പ എനിക്കിങ്ങനെ ചിന്ത വരുന്നു. ഒരുപക്ഷെ പേരൻസിനോട് പറയാൻ പ്രയാസമായിരിക്കാം. ദേവദാസ എനിക്കിങ്ങനെ ചിന്ത ഉള്ളിൽ വരുന്നു, പ്രാർത്ഥിക്കണേ. മതി, അത്ര മതി. ആ ഒരു പ്രാർത്ഥന മതി, നിങ്ങൾ അതിൽ നിന്ന് വിടുവിക്കപ്പെടും. അപ്പോൾ ആ കാര്യം വളരെ ഞാൻ സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ഇവിടെ ഒരു സംശയം ഉണ്ടാകാം, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല എന്നുള്ളത്. കാരണം ഇപ്പൊ മനസ്സിലായോ? മുകളിൽ നമ്മൾ കണ്ടു, ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിന്. അപ്പോൾ എന്തുകൊണ്ടാണ് ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്? ദൈവത്തോട് ശത്രുത്വമുള്ള ജഡത്തിന് എങ്ങനെ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കാൻ പറ്റുന്നത്? അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ഒരുവൻ പോലും നീതീകരിക്കപ്പെടാതിരുന്നു. മനസ്സിലായല്ലോ? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഇത് വളരെ വ്യക്തമായ ഒരു ഉപദേശമാണ്, ഒരു ശാസനയാണ്. മനസ്സിലായോ? നിങ്ങളിൽ ആരിലെങ്കിലും ജഡസ്വഭാവം നിങ്ങളെ വിട്ടു മാറിയിട്ടില്ല എങ്കിൽ ഓർത്തോണം, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നില്ല. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അങ്ങ് പറയുക. എന്താണ് ജഡസ്വഭാവം? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളിൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ അതിപ്പോഴും അതുപോലെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. വളരെ സിമ്പിളാണ്. മനസ്സിലായി? നിങ്ങൾ സാക്ഷ്യം പറഞ്ഞു കാണും രക്ഷിക്കപ്പെട്ടു എന്ന്, നിങ്ങളോട് ആരെങ്കിലും രക്ഷാവചനം പറഞ്ഞു കാണും. ഞാൻ സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഈ കുമ്പനാട് ഏരിയയിൽ തന്നെയുള്ള ഒരു യുവ സഹോദരൻ, അദ്ദേഹം സൺഡേ സ്കൂൾ പഠിക്കുന്ന സമയത്ത്
അധ്യാപകൻ രക്ഷയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരു ദിവസം ഇവനെ കൈ കിട്ടിയപ്പോൾ പറഞ്ഞു, നീ രക്ഷിക്കപ്പെടണം. പറഞ്ഞു റെഡിയാന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം ആ യുവ സഹോദരന് രക്ഷാവചനങ്ങൾ പറഞ്ഞു കൊടുത്തു. അടുത്ത ഞായറാഴ്ച സാക്ഷ്യം പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത ഞായറാഴ്ച സാക്ഷ്യവും പറഞ്ഞു. ഈ യുവ സഹോദരൻ, നമ്മുടെ സൺഡേ സ്കൂൾ സ്റ്റുഡന്റ്, വീട്ടിൽ വന്ന് പറയുകയാണ്, ഞാനെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ല, എന്നോട് അങ്കിള് പറഞ്ഞ് ഞാൻ വിളിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. ഒന്ന് ഓർത്ത് നോക്കി. അപ്പൊ ആ കുഞ്ഞിന് ഈ നിർബന്ധിച്ച് രക്ഷാവചനം പറഞ്ഞു കൊടുത്ത ആ അധ്യാപനേക്കാൾ പരിജ്ഞാനമുണ്ട്. എന്നിട്ട് എന്റെ അറിവിൽ കുറെ നാൾക്ക് ശേഷം ആ കുഞ്ഞിന്റെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടായിട്ട് അവൻ വീണ്ടും സഭയിൽ എഴുന്നേറ്റ്, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായ കർത്താവായി സ്വീകരിച്ചിരിക്കുന്നു, എനിക്ക് പാപബോധം ഉണ്ടായി, ഞാൻ മാനസാന്തരപ്പെട്ടിരിക്കുന്നു, ഇനി ഞാൻ മേലിൽ പാപം ചെയ്യുകയില്ല, എനിക്ക് സഭയെ സ്നാനപ്പെടുവാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുവാനിടയായി. ഇത് നടന്ന സംഭവം കേട്ടോ, ഞാൻ പറയാൻ നടന്ന സംഭവമാണ്. അപ്പോൾ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് നിർബന്ധത്താൽ ആകരുത്. അങ്ങനെ ആരെങ്കിലും നിർബന്ധത്താൽ ചെയ്തെങ്കിലും മാനസാന്തരപ്പെടണം. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് മാനസാന്തരപ്പെടാതെ ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേരാൻ പറ്റില്ല. കാരണം ക്രിസ്തുവിൽ പാപമില്ലാത്ത ക്രിസ്തുവിന്റെ ശരീരത്തിൽ എങ്ങനെയാ പാപിയാ നീ പോയി ചേരുന്നത്? അതാണ് ന്യായപ്രമാണം നീതി എന്ന് പറയുന്നത്, കേട്ടല്ലോ. അപ്പോൾ ഓർത്തു നോക്കുക, മാനസാന്തരപ്പെടാതെ ഒരുവനെങ്കിലും രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നടക്കുന്നെങ്കിൽ സൂക്ഷിക്കുക, ക്രിസ്തുവിന്റെ ശരീരത്തിലല്ല. അപ്പോൾ ഈ ഒന്നാം വാക്യം ആ വ്യക്തിക്കുള്ളതല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശിയുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. ക്രിസ്തുവേശിയിൽ വരണമെങ്കിൽ ഒന്നാമത്തെ കാര്യം മാനസാന്തരം. എന്താണ് മാനസാന്തരം? രക്ഷയ്ക്കായുള്ള മാനസാന്തരമുണ്ട്. എന്താണ് മാനസാന്തരം? ജീവിതത്തിൽ ആ നിമിഷം വരെ ചെയ്ത സകല പാപവും തെറ്റും യേശു കർത്താവിനോട് ഏറ്റുപറഞ്ഞ്, എന്റെ അപ്പാ, ഞാൻ നിനക്കെതിരായി ദോഷം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ, നിന്റെ മകനെന്ന് പോലും വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, എന്നോട് ക്ഷമിക്കണമേ, പൊറുക്കണമേ. അപ്പോഴാണ് അപ്പൻ മാറോട് ചേർത്തിട്ട് പറയുന്നത്, നീ എന്റെ മകനാണെന്ന് പറയുന്നത്. അതാ രക്ഷ എന്ന് പറയുന്നത്, കേട്ടോ. അതാണ് രക്ഷയ്ക്കായുള്ള മാനസാന്തരം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷയ്ക്കായുള്ള ഈ മാനസാന്തര പ്രവൃത്തിയിലൂടെ കടന്നു പോയിട്ടില്ല എങ്കിൽ ഇന്ന് ഈ നിമിഷം നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക. കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ട ആ നിമിഷം വരെ ഞാൻ മറന്നുപോയി, എന്റെ പാപങ്ങൾ നിന്നോട് പറയുക, ഞാൻ പാപിയായിരുന്നു, ഞാൻ മറന്നുപോയി, എന്റെ പാപങ്ങൾ ഇന്നതാണ്, ഞാൻ ഇന്നത് ചെയ്തു പോയി, കർത്താവിനോട് പൊറുക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ ആ പാപത്തിൽ നിന്നുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ടു എന്ന് സാക്ഷ്യം പറഞ്ഞ് സ്നാനപ്പെട്ടതും ഒക്കെ. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, എന്നെ മാനസാന്തരപ്പെടുത്തണമേ എന്നുള്ള ആ ഡീപ്പായിട്ടുള്ള ചിന്ത ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന ഒന്നാം വാക്യത്തിൽ നിങ്ങൾ കടക്കും. നിങ്ങൾ ക്രിസ്തു യേശുവിലേക്കാവും. പിന്നെ ഓരോ ശിക്ഷാവിധിക്കും നിങ്ങളെ ശിക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഇത് വ്യക്തമായി കഠിനമായി പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, ഏറ്റെടുക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത പ്രാവശ്യം നമുക്ക് താഴോട്ട് 8-9 വാക്യം മുതൽ താഴോട്ട് പഠിക്കാം. ഈ എട്ടാം അധ്യായം വാക്യമായി തന്നെ പഠിക്കണം അവസാനം വരെ. അങ്ങനെ പഠിച്ചിട്ടേ നമ്മൾ പോകത്തുള്ളൂ മുന്നോട്ട്, കർത്താവിന്റെ വരവ് താമസിച്ചാൽ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വീണ്ടെടുത്തവനായ ഞങ്ങളുടെ കർത്താവേ, ഇന്ന് പ്രഭാതത്തിലും അവിടുത്തെ സന്നിധിയിലിരുന്ന് സുവിശേഷ സത്യങ്ങൾ, ബൈബിൾ പ്രമാണങ്ങൾ, ആത്മാവിന്റെ സത്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ധ്യാനിക്കുവാനും പഠിക്കുവാനും എന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇത് കേട്ട ഇനി കേൾക്കുവാനുള്ള സകലരെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ അടിയനെയും താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾപ്പിക്കാൻ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം ഓരോരുത്തരും കൂടിയും ഈ ദിവസം മുഴുവനും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം. താങ്ക് യു ആൻസൺ മാസ്റ്റർ. ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ദൈവദാനമായി എല്ലാവർക്കും നൽകട്ടെ. താങ്ക് യു.